കണ്ടിന്യൂസ് 3 സീസണൽ പ്ലേ ഓഫ്, എബോവ് 6 ലീഗ് ഫിനിഷ്, ലെസ് ഗോൾ കൺസീഡഡ് പ്ലസ് ഗോൾ ഡിഫറൻസ്, ഒരു ഫൈനൽ. ഇതുകൂടാതെ ഗോൾ സ്കോറിംഗിലും ഡിഫൻസിലും നല്ലൊരു കളി കാഴ്ചവെച്ച കേരള ബ്ലാസ്റ്റേഴ്സാണ് നിലവിൽ 10 കളിയിൽ 3 വിന്നും 2 സമനിലയും 5 തോൽവിയുമായി നെഗറ്റീവ് ഗോൾ ഡിഫറൻസിൽ നിൽക്കുന്നത്. ഡെമൻഡെക്കോസ്, ജീക്സൺ, ലെസ്കോവിച്ച് എന്നീ വിദേശ താരങ്ങളുടെ വിടവാങ്ങലല്ലാതെ അതേ സ്കോഡിൽ കളിക്കുന്ന കേരളയുടെ പ്രശ്നം മിക്കായൽ സ്റ്റാറെ. തുടർച്ചയായ മോശം സീസണിന് ശേഷം ബുക്കു മനോജിന്റെ അണ്ടറിലാണ് പുതിയൊരു കേരള ബ്ലാസ്റ്റേഴ്സിനെ കണ്ടത്. ബുക്കു മനോജിന്റെ 3 സീസണിൽ ആദ്യത്തെ 10 കളിയെടുത്താൽ മനസ്സിലാവും കേരളയുടെ നിലവിലെ ഫോം. സ്റ്റാരയുടെ അണ്ടറിൽ ഗോൾ അടിക്കുന്നുണ്ടെങ്കിലും ഗോൾ കൺസീഡ് ചെയ്യുന്ന കാര്യത്തിലും മുന്നിലാണ്. നെഗറ്റീവ് ഗോൾ ഡിഫറൻസ് കൂടാതെ കൂടുതൽ എറേഴ്സും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും വെച്ച് കളിയിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ സ്റ്റാറയ്ക്ക് സാധിക്കുന്നില്ല. ബുക്കു മനോജിന് തന്റെ ഓരോ പ്ലേയേഴ്സിനെയും മികച്ച രീതിയിൽ അവതരിപ്പിക്കാനായെങ്കിൽ ഇന്ന് നോവ സോഡയെ മാത്രമാണ് കൺസിസ്റ്റൻസിയോടെ കളിക്കുന്നത്. ക്രോസസും വിംഗ് ബാക്സിലും ഓവറായി ഡിപ്പെൻഡ് ചെയ്യുന്ന സ്റ്റാറയ്ക്ക് ബ്ലാസ്റ്റേഴ്സിൽ ആ പൊസിഷനിൽ വേണ്ട ക്വാളിറ്റിയോ ഡെപ്തോ ഇല്ല. വിത്ത് പൊസിഷൻ ഓവർ പാക്ട് അറ്റാക്കിങ്ങിൽ ഗോൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന സ്റ്റാറയ്ക്ക് പൊസിഷൻ നഷ്ടപ്പെട്ടാൽ ഡിഫൻസിൽ വേണ്ട കവർ ലഭിക്കാത്തതിനാൽ ഫ്രീ സ്പേസ് ലഭിച്ച് അത് കൗണ്ടറിന് വഴിയെടുക്കുകയും ചെയ്യും. 24 കളിയിൽ ഒരു റീബിൽഡിന് സമയമില്ലെങ്കിലും 13 ടീം മാത്രമുള്ള ISL-ൽ കുറച്ച് കളിയിൽ വേണ്ട റിസൾട്ട് കണ്ടെത്താനായാൽ അത് ലീഗ് പൊസിഷനിൽ വലിയ മാറ്റമുണ്ടാക്കും.